എലവഞ്ചേരി സ്പോർട്സ് അക്കാദമിയുടെ 3ാം വാർഷികം ആഘോഷിച്ചു. തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജിലാണ് പരിപാടി നടന്നത്. EMS സാംസ്കാരിക ലൈബ്രറി നടത്തിയ വായനക്കളരി 2026 വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. SSLC, +2, LSS, USS വിജയികൾക്ക് അനുമോദനവും നൽകി. യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ യൂണിറ്റ് രൂപീകരണവും അക്ഷരോന്നതി വിജ്ഞാനവാടിയിലേക്ക് പുസ്തക വിതരണവും നടന്നു. K. പ്രേമൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് അക്കാദമിയുടെ മുഴുവൻ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ആദ്യമായി 1000 അഭിനന്ദനങ്ങളും ആശംസകളും. നമ്മുടെ നാട്ടിൽ നിന്ന് മാറുന്ന കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യനെന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഗ്രാമീണതകളുടെ തനിമയും നന്മയുമാണ്. വായന പോയി, കൂടിച്ചേരലുകൾ പോയി, അല്ലേ? നമുക്ക് കൂടിച്ചേർന്നാലും 10 ആള് ഒരുമിച്ചിരിക്കുകയാണെങ്കിലും 10 ആളും തലയും താഴ്ത്തിയിരിക്കും. പരസ്പരം ആരും മുഖത്തോട് മുഖമുണ്ട്. കാരണം എന്താ? 10 ആളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാവും, അല്ലേ? അപ്പൊ 10 ആളും അവരവരുടെ ഫോണിൽ തന്നെയായിരിക്കും നോക്കുക. അടുത്തൊരാളുടെ മുഖത്തേക്ക് നോക്കാൻ, തലയിൽ നിന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയാറില്ല. അത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ആയിപ്പോയി നമ്മുടെ നാടിന്റെ ഇന്നുള്ള വികാസങ്ങൾ. അതിലിപ്പോ ഇന്റർനെറ്റിന്റെ വരവോടുകൂടി നമുക്ക് അനന്തമായ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടിയിട്ടുണ്ട്, അല്ലേ? അറിവിൻ്റെതായാലും സഹായത്തിൻ്റെതായാലും നന്മയുടേതായാലും ഒരുപാട് മറ്റേ അറിവുകൾ നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ കുറവുകളും കുഴപ്പങ്ങളും അതിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. സൗമ്യമായ മകളാണ് ലൈബ്രറി പ്രസിഡന്റ് C. രഞ്ജിത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. A. ചെന്താമര, തുഞ്ചൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PR ജയശീലൻ, യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ചെയർമാൻ M. അബൂബക്കർ, സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു. ലൈബ്രറി സെക്രട്ടറി K. രഞ്ജിത്ത് സ്വാഗതവും സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് അജീഷ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.